വർദ്ധിക്കുന്നതിനനുസരിച്ച് ഒരുപാട് ഫ്ലാറ്റുകളും വീടുകളും വ്യവസായശാലകളും കച്ചവട സ്ഥാപനങ്ങളും പണിയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് മണ്ണിന്റെ ലഭ്യത വളരെ കുറയുന്നു. കൃഷിയില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് മണ്ണില്ലാതെ എങ്ങനെ കൃഷി ചെയ്യാമെന്നതാണ് നമ്മുടെ ആദ്യം. ഇതാണ് സ്മാർട്ട് ഫാമിംഗ്. സ്മാർട്ട് ഫാമിംഗ് എന്നാൽ ആധുനിക വിവരാശയവിനിമയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നതിനെയാണ് സ്മാർട്ട് ഫാമിംഗ് എന്ന് പറയുന്നത്. ഹൈഡ്രോപോണിക്സ്, എയറോപോണിക്സ്, വെർട്ടിക്കൽ ഫാമിംഗ്, വെർട്ടിക്കൽ ഗാർഡനിങ്, ബ്ലൂ അഗ്രികൾച്ചർ എല്ലാം സ്മാർട്ട് ഫാമിംഗിന്റെ വിവിധ ഘട്ടങ്ങളാണ്. ബ്ലൂ അഗ്രികൾച്ചർ എന്നാൽ മണ്ണും വെള്ളവും മണ്ണിന്റെ ലഭ്യത കുറയുന്നതിനനുസരിച്ച് വെള്ളത്തിന്റെ ലഭ്യതയും കുറയുന്നു. അതിനാൽ കുറച്ച് വെള്ളം ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നതിനെയാണ് സ്മാർട്ട് അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. ഇതാണ് എയറോപോണിക്സ്. ഇതിന് മണ്ണുപയോഗിക്കാതെ ചെടികളെ വായുവിൽ നിർത്തി ഇതിന്റെ പേരിൽ നേരിയ മുതൽമല്ലായി പോഷകങ്ങൾ നൽകി വളർത്തുന്ന കാർഷിക രീതിയാണ് എയറോപോണിക്സ്. ഇതിന്റെ വേരുകളിൽ ഈ ചെടിയുടെ സസ്യങ്ങളുടെ വേരുകളിൽ വായു ലഭിക്കുകയും ഓക്സിജൻ വിനിമയം മെച്ചപ്പെട്ട് ഈ സസ്യങ്ങളുടെ വളർച്ച വേഗത്തിലാക്കുകയും ചെയ്യും. ഇതിന് കുറച്ച് വെള്ളവും മെച്ചപ്പെട്ട മൃഗങ്ങളും നമുക്ക് ലഭിക്കും. ഇതാണ് ഹൈഡ്രോപോണിക്സ്. മണ്ണില്ലാതെ പോഷകങ്ങൾ നിറഞ്ഞ ലായനിയിൽ ചെടികൾ നട്ടുപിടിപ്പിക്കുന്ന ഒരു കാർഷിക രീതിയാണ് ഹൈഡ്രോപോണിക്സ്. ഇതിലേക്ക് ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ പോഷകങ്ങളും വെള്ളവും വേറിട്ട് നൽകുന്നു. ഇതിന്റെ സവിശേഷതകൾ: മണ്ണില്ലാതെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും. അതുപോലെ വെള്ളം സംരക്ഷിക്കാനും കുറഞ്ഞ സ്ഥലം മാത്രം ഇതിന് മതി. പോഷകങ്ങൾ നിയന്ത്രിതമായി നൽകുന്നു. ഇതിലെ പോഷകങ്ങളുടെ അളവ് നമുക്ക് ദർശിക്കാനായി ഇവിടെ ഒരു സെൻസർ വച്ചിട്ടുണ്ട്. പോഷകങ്ങളുടെ അളവ് കുറയുമ്പോൾ ഈ സെൻസർ നമുക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് വേണ്ട തോതിൽ പോഷകങ്ങൾ ഇടാവുന്നതാണ്. ഇവിടെ ഒരു ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ആനിമൽ ഫാമിംഗിന്റെ അതുപോലെ വീടുകളിലുള്ള വേസ്റ്റുമൊക്കെ ഈ ബയോഗ്യാസ് പ്ലാന്റിലേക്ക് വന്ന് അത് വളമായി മാറുന്നു. ഈ വളം നമുക്ക് ഹൈഡ്രോപോണിക്സിലും അതുപോലെ അഗ്രികൾച്ചർ, വെർട്ടിക്കൽ ഫാമിംഗ്, എയറോപോണിക്സ് അങ്ങനെയുള്ള ഫാമിങ്ങിനും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇതാണ് വെർട്ടിക്കൽ ഫാമിംഗ്. ഇത് നമുക്ക് സ്റ്റാൻഡ് പോലെ നിർത്തി ഇതിന്റെ ഉള്ളിൽ കുറച്ച് മണ്ണിടാം. എന്നിട്ട് നമുക്ക് സസ്യങ്ങൾ വളർത്താം. ഇത് ഫ്ലാറ്റുകളിലും ടെറസിലും നമുക്ക്